ഇന്ന് ചിങ്ങം 1 അപ്പം കിടങ്ങൂർ ആനയൂട്ട് ഏകദേശം 11-12 ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയൂട്ടാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ആനയൂട്ടിനുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് കിടങ്ങൂർ അമ്പലത്തിൻ്റെ കിഴക്കൻ നട ആനയൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആനകൾക്കെല്ലാം അണിനിരന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഈ തൂണുകളെല്ലാം ഇവിടെ നാട്ടിയേക്കുന്നത്. ആനകളൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ നിലവിളക്ക് പ്രകാശനത്തോട് നമ്മൾ സ്വാഗതം ചെയ്യണം. എല്ലാവരും നിലവിളക്ക് പ്രകാശനം ചെയ്യുന്നതിന് ഈ വേദിയിലോട്ട് വരാണ് അഭ്യർത്ഥിക്കുന്നത്. ീ
ക്ഷേത്രത്തിനകത്ത് നിൽക്കുന്നവരും ക്ഷേത്രത്തിന് മുൻപിൽ ഈ ചെറിയ സ്പേസിൽ നിൽക്കുന്ന എല്ലാവരും താഴേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആന ഇറങ്ങി വരുന്നത് അതുവഴിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും താഴേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ക്ഷേത്രത്തിന് വെളിയിലോട്ട് ഇറങ്ങി വരേണ്ടതാണ്. ചരിത്രം പള്ളികൊള്ളുന്ന ഇതിഹാസ ഭൂമിയുടെ ഐതിഹ്യ പെരുമയെ നെഞ്ചോട് ചേർത്ത് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ആനപ്രേമി സംഘവും ഒരേ മനസ്സോടെ ഇന്നിതാ ഇവിടെ അണിയിച്ചൊരുക്കുകയാണ് ഗംഭീരമാകുന്ന ആനയൂട്ട്. പുരാതന കാലം മുതൽ ഗജരാജാക്കന്മാരെ എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കിടങ്ങൂരിന്റെ മണ്ണിലെ ആനയൂട്ട്. പ്രത്യക്ഷ ഗണപതി മൂർത്തിയായി ഗജഗണങ്ങളെ വിശ്വസിച്ച് പൂജിച്ച് നിവേദ്യ സമാനം അന്നം നൽകി തൃപ്തിയാക്കി ആരാധിക്കുന്ന ആനയൂട്ട്. പ്രകൃതിയാകുന്ന മന്ദിരത്തിൽ ഗജങ്ങളാകുന്ന ദൈവിക ഭാവത്തെ അന്നം നൽകി പ്രസാദിപ്പിക്കുന്ന ലോകത്തിലെ മഹത്തരമായ കർമ്മമാണിത്. അതെ, ഗജങ്ങൾ ഔട്ടുന്നതിലൂടെ ഗണപതി കടാക്ഷം കൈവരുമെന്നും സർവൈശ്വര്യങ്ങൾ മണ്ണിൽ നിറയുമെന്നാണ് വിശ്വാസം. അതെ, ആചാരപ്പെരുമയും സാംസ്കാരിക മഹിമയും കാത്തു സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായി കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ആനപ്രേമി സംഘവും കിടങ്ങൂർ കണ്ണൻകോരന്റെയും കിടങ്ങൂർ കൃഷ്ണൻകുട്ടിയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരുക്കുകയാണ് ഈ വർഷവും പുതുവർഷ പുലരിയിലെ ആനയൂട്ട്. തുടക്കം മുതൽ തന്നെ ആരാധക മനം കീഴടക്കി വളർന്ന ഓദരയുടെ കാതരയായവളാണിവൾ. ഓദര ശ്രീ ശങ്കരിക്ക് ശേഷം ഓദരദേശം മനസ്സിലേറ്റി ലാളിക്കുന്ന പിടിയാന ചന്തം കടന്നു വരികയാണ്. കാലത്തിന്റെ പോലും കോരിത്തരിപ്പിക്കുന്ന കരിയഴക് കൂടെ കൂട്ടി വളർന്ന താരമായി നിന്നവളാണ്. ചരിത്രമിറങ്ങുന്ന ദേശവീഥികൾ കടന്ന് ഓദര വാഴുന്ന സത്യചൈതന്യ സ്വരൂപിണിയുടെ നാമം ആന കേരളത്തിൽ നിറച്ച മാതംഗ സുന്ദരിയുകൾ കടന്നു വരികയാണ്. സാരഥി കല്ലിശ്ശേരി അനിച്ചേട്ടന്റെ കയ്യും പിടിച്ചുകൊണ്ട് കിടങ്ങൂരിന്റെ മണ്ണിലേക്ക് ഗജകുല താമരകർണി ഓദര പുതുക്കുളങ്കര ശാന്തയായി ശാന്തസ്വരൂപിണിയായി മധ്യ കേരളത്തിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഗജമനോഹരി പുതുമയാർന്ന വേദികളിലേക്ക് ചെന്നെത്തി അഴകിന്റെ ചാരുത സമ്മാനിക്കുന്ന സൗന്ദര്യ തിലകം. നാരീമണികൾക്ക് സ്ഥാനം ലഭിക്കുന്ന കുമാരനെല്ലൂരിൽ താരമായി തന്നെ രംഗപ്രവേശം കൊള്ളുന്നവൾ. പാലായുടെ ഹൃദയ വീഥികളിലൂടെ അഴകിന്റെ തമ്പുരാട്ടിയായി നിറഞ്ഞാടുന്ന പിടിയാന ചന്തമിത കടന്നു വരുന്നു. ഹരിനാരായണന് പ്രിയമാർന്ന അഴകിന്റെ തമ്പുരാട്ടി, ആരവ ഭൂമികളിലെ പൊന്നു തമ്പുരാട്ടി ഹരിനാരായണ പ്രിയ ഗജറാണിക്കും സ്വാഗതം. എന്നും പറഞ്ഞ പിടിയാനകൾ അണിനിരക്കുന്ന മലയാള മണ്ണിലെ എന്തിനും പോകുന്ന സൗന്ദര്യം യുവഗജറാണി കോട്ടക്കാട്ട് കുഞ്ഞുലക്ഷ്മി. അതെ, ഇവൾ അഴകിന്റെ യുവറാണിയായി കാട്ടാമുട്ട മനീഷിന്റെ കൈകൾ പിടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്നവൾ. തെക്കും വടക്കും അണിനിരക്കുന്ന കൊമ്പന്മാർക്കിടയിൽ അഴകിന്റെ പെൺ സ്വരൂപമായി കീർത്തിയേറിയവൾ. ആന കേരളത്തിന്റെ അകതാനിൽ സ്ഥാനം നേടിയ പിടിയാന ചന്തങ്ങളിൽ ഉയര പെരുമ കൊണ്ട് ഉന്നത സ്ഥാനം നേടുന്നവൾ. ഇതാ കോട്ടയം ഗജനിരയിലെ കൊമ്പന്മാർക്കൊപ്പം എണ്ണം പറഞ്ഞ പിടിയാന പെരുമ നിറച്ചവൾ തൃക്കിടങ്ങൂരിൽ അവതരിക്കുകയായി. അഴകിന്റെ ആവേശം ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് ഈ മണ്ണിൽ ചരിത്രം കുറിച്ചുകൊണ്ട് വിസ്മയം പകരുവാൻ തീരമടിക്കാത്ത യുവറാണി ഗജയുവറാണി കോട്ടക്കാട്ട് പൊന്നു ലക്ഷ്മിക്കും കിടങ്ങൂരപ്പന്റെ ആനയൂട്ടിലേക്ക് സ്വാഗതം. നീലകണ്ഠപ്രിയൻ വള്ളംകുളം പുത്തൻ കാവുമല നാരായണൻ കൊട്ടെ ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത് വടക്കൻകാടിന്റെ മടിത്തട്ടിൽ നിന്നും മലയാളക്കരയിലേക്ക് വലതുകാൽ വെച്ച് വന്ന ഗജതാരകം തന്റെ സാരഥിമാർ ശ്രീനാഗിന്റെയും തൃത്താല ശരത്തിന്റെയും കൈകൾ പിടിച്ച് ഗജസേനയുടെ ആനയോട്ട് കൂടുവാൻ ചെറായി കരയിൽ നിന്നും ഇതാ കടന്നു വരുന്നു. തൃക്കടങ്ങൂരപ്പന്റെ പുണ്യഭൂമിയിലേക്ക് വശ്യമായ സൗന്ദര്യം കൊണ്ടും വീരസ്യം തീരെ ചോരാതാളത്വം കൊണ്ടും ആരാധകരെ തന്നോട് ചേർത്തവൻ
പ്രതാപകാലത്തിനെവിടെയും കൈമോശം വന്നിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. തെക്കിന്റെ മറ്റൊരു ഇരട്ടച്ചങ്കൻ ഗജരാജൻ വള്ളംകുളം നാരായണൻ തിരികെ വരികയായി. അക്ഷരനഗരിയുടെ ഭാവി താരകം ആവേശങ്ങൾക്ക് നാന്ദി കൊടുക്കുന്ന കോട്ടയം പട്ടണത്തിൽ ചരിത്രം കുറിച്ചെഴുന്നള്ളുന്നവൻ യുവരാജ കേസരി കല്ലൂത്താഴെ ശിവശങ്കർ. കളിക്കുവാൻ പോകുന്ന വേദികളിലേക്ക് താരമായി തന്നെ വഴി നടത്തുവാൻ കൂടെയുള്ള സാരഥി ആസാൻ സജിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് ശിവസുന്ദർ. അതെ, ഇവൻ പേരും പെരുമയും കേട്ട കോട്ടയം ഗജനരിയുടെ കൊമ്പനായി തീരുവാൻ അഴകിന്റെ ആവനാഴിയുമായി അവതാരം കൊണ്ടവൻ. ആളുകളാണ് നിരക്കുന്ന നേരെ താരകത്തിന്റെ പ്രജാപതി താൻ തന്നെ എന്ന് തെളിയിക്കുവാൻ തീരമടിക്കാത്തവൻ. വാരണങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന വശ്യസുന്ദര ഭൂമിയിൽ പിറപ്പിക്കൊണ്ട് മലയാളക്കളിയുടെ മാനം കീഴടക്കിയവൻ. മാറ്റങ്ങളില്ലാത്ത ആവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുവാൻ മഹാദേവ തൃപ്പാദം മടങ്ങി ജൈത്രയാത്ര തുടരുന്നവൻ ഇതാ കടന്നു വരികയായി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ദേവസ്വം മാനത്തെ മണ്ണിനെ ധന്യമാക്കുവാൻ പതിവ് പോലെ തൃക്കടങ്ങൂരിന്റെ തിരുവറ്റത്ത് അവതരിക്കുകയായി. ശ്രീധരിയത്തിയിലെ കൊമ്പനാന ഔഷധേശ്വരിയായ നെല്ലിക്കാട്ട് ഭഗവതിയുടെ മാനസപുത്രൻ കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ. കാലമേറെ കാലമായി തന്നെ വഴി നയിക്കുന്ന സാരഥി അനൂപിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് തൃക്കടങ്ങൂരിന്റെ മണ്ണിൽ അവതരിക്കുകയായി മഹാദേവൻ. മലയാള നാടിന്റെ വീരന്മാർ പിറവികൊണ്ട നിലമ്പൂർ കാടിന്റെ മണിത്തട്ടിൽ ആവേശത്തിന്റെ പ്രജാപതിയായി അവതാരം കൊണ്ടവൻ. തനത് സൗന്ദര്യത്തിന്റെയും മികച്ച ലക്ഷണ പെരുങ്കങ്ങളുടെയും അവസാന വാക്കായി പ്രാത്തോട്ടത്തിന്റെ വിരിമാറിൽ നെഞ്ചും വിരിച്ചു നിന്നവൻ. ഔഷധ സേവയ്ക്ക് പേരുകേട്ട മണ്ണിൽ നെല്ലിക്കാട്ട് ദേവസ്വത്തിന്റെ അഭിമാനമായി വന്നു ചേർന്നവൻ. ഏറ്റുമാനൂരപ്പന്റെ മണ്ണിലും തിരുവൈക്കത്തപ്പന്റെ സന്നിധിയിലും പതിവിന്റെ താരമായി എഴുന്നള്ളി നിൽക്കുന്ന ഗജരാജ സൂര്യൻ. തുറുപ്പുകുലാൻ എന്ന മലയാള സിനിമയിൽ അഭിനയ കുലപതി പത്മശ്രീ മമ്മൂട്ടിയോടൊപ്പം അപ്രമാണി കീഴടക്കിയ ചരിത്രമുള്ളവൻ. അതെ, ഇവൻ ആരാധകരുടെ തുറുപ്പുകുലാൻ കളഭകേസരി നെല്ലിക്കാട്ട് മഹാദേവൻ. എണ്ണം പറഞ്ഞ ഗജനായകന്മാരെ അണിനിരത്തി ആനയോടൊരുക്കുന്ന കിടങ്ങൂർ ആനപ്രേമി സംഘത്തിന്റെ അഭിമാനമായന്മാരെ വരവേറ്റ ചരിത്രമുള്ള കിടങ്ങൂരിന്റെ മണ്ണിലേക്ക് ഇതാ അവതരിക്കുകയാണ് വാഴപ്പള്ളി വാഴുന്ന മഹാദേവന്റെ മാനസപുത്രൻ. മഹിമയാർന്ന വേദികളിലേക്ക് കടന്നു ചെല്ലുവാൻ അക്ഷരനഗരിയുടെ വിരിമാറിൽ ഒരുങ്ങി നിൽക്കുന്ന യുവരാജ സ്വരൂപൻ, യുവരാജകുമാരൻ തിരുവാഴപ്പള്ളി മഹാദേവൻ. കേരളത്തിന്റെ അഭിമാന താരങ്ങൾക്കിടയിലേക്ക് കുതിക്കുവാൻ പ്രിയ സാരഥി പ്രമോദ് വാഗ്ദാനത്തിന്റെ കയ്യും പിടിച്ചു കടന്നു വരികയാണ് മഹാദേവൻ. ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ ചുവതല്ലാത്ത നീരകങ്ങൾ ചൂടി താരമായി നിന്നവൻ. വാഴപ്പറമ്പുകൾ വരവേറ്റ് സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന അക്ഷരനഗരിയുടെ ഭാവി വാഗ്ദാനം. അതെ, ഇവനാണ് കേരളത്തിന്റെ അഭിമാന താരമായി തീരുവാൻ അഴകിന്റെ രാമനാടിയിൽ ആഘോഷ ബാണങ്ങൾ കരുതുന്ന യുവ പ്രജാപതി. ചരിത്രമുറങ്ങുന്ന ചങ്ങനാശ്ശേരിയുടെ മണ്ണിലുകാരൻ ഗജരാജ കേസരി വേണാട്ടുമറ്റ
കുട്ടി എണ്ണം പറഞ്ഞ കൊമ്പന്മാരാൽ പ്രസിദ്ധമായ വേണാട്ടുമറ്റം ഗജനിരിയിലെ ഇന്നത്തെ താരസൂര്യൻ ഏത് വൻമരങ്ങളുടെയും കളിക്കുറപ്പുകളാക്കി തീർക്കുവാൻ അസാധ്യ വൈദഗ്ധ്യമുള്ള കളികളായുള്ളവൻ അക്ഷരനഗരിയിലെയും മധ്യ കേരളത്തിലെയും എണ്ണം പറഞ്ഞ ഭൂമികൾക്കെത്തും താരനാളികളായി തിളങ്ങി നിൽക്കുന്നവൻ തിരുനക്കരത്തേവരെയും തിരുവേറ്റുമാനൂരപ്പനെയും അകതാരിൽ സേവിച്ച് ആവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്നവൻ പതിവായി നിറയുന്ന ആരവങ്ങൾക്ക് പ്രൗഢി കൊണ്ട് മറുവാക്ക് രചിച്ചിത അവതരിക്കുകയാണവൻ വേണാട്ടുമറ്റം ഗജനിരിയിലെ മിന്നും താരമായി ആന കേരളത്തിന്റെ ഹൃദയത്തിലേറിയവൻ ഗജരാജ കേസരി വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിക്കും സാരഥിമാർക്കും കിടങ്ങൂർ ആനയൂട്ടിലേക്ക് സ്വാഗതം. രാജശേഖരൻ കോട്ടയിൽ നാട്ടിലേക്ക് കൊമ്പന്മാരെ കേൾവി കേട്ട മാതകളിൽ വഴി നടത്തിയ സാരഥി കോട്ടേക്കാട്ട് അഭിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ തൃക്കിടങ്ങൂർ ആനയൂട്ടിലേക്ക് കടന്നു വരികയാണ് രാജശേഖരൻ. പേരുകേട്ട പൂരങ്ങളും പൂരങ്ങളുടെ പൂരവും വരെ തന്റെ രീതിയിൽ അലങ്കരിച്ച് ആവേശമാക്കിയവൻ തിരുനക്കര തേവരുടെ പടിക്കെട്ടുകൾ ഇറങ്ങി ആവേശത്തിന്റെ പ്രജാപതിയായി പൂരം കൂടിയവൻ ഏറ്റുമാനൂരപ്പനെ അകതാരിൽ സേവിച്ച് നിത്യദാസനായ ആഘോഷം കൂടുന്നവൻ കിഴക്കോട്ടെഴുന്നതിന് അനുഗ്രഹം ചൊരിയുന്ന തിരുവൈക്കത്തപ്പൻ അകമ്പടി സേവിച്ച ചരിത്രമുള്ള അതേ കൊമ്പനാന ഇടതടവില്ലാത്ത ആവേശമാണ് കേരളത്തിന് സമ്മാനിച്ച അക്ഷരനഗരിയുടെ അഭിമാന താരമായവൻ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും തൃക്കിടങ്ങൂർ ആനപ്രേമി സംഘത്തിന്റെയും ദേവസ്വത്തിന്റെയും അഭിമാന ഗജനിരിയിലേക്ക് താരനായകനായി അവതരിക്കുകയാണ് രാജശേഖരൻ. ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖരൻ. ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്നു മണിമലയാറിന്റെ തീരത്തെ താരസൂര്യൻ. ഇവനാണ് കേരളത്തിന്റെ രാജാവിനോടൊപ്പം മാതംഗ മലയാളത്തിൽ കാലുകൂത്തിയ ചരിത്രമുള്ളവൻ. ഭൈരവ രൗദ്രപ്രിയ ഗജരാജ സൗമ്യ സരസ്വൻ ചെമ്മരപ്പള്ളി ഗംഗാധരൻ. ആവേശങ്ങളിലേക്ക് തന്നെ രാജാവായി തന്നെ വഴി നടത്തുന്ന സാരഥി തൊരകൂർ രാജേഷിന്റെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ചേരുള്ള വീരന്മാരുടെ ചെവിയാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മലയാളക്കരയുടെ മണ്ണിൽ ചരിത്രം പലകുറി രചിച്ച താരനായകൻ പൂരങ്ങളുടെ പൂരമടക്കം എണ്ണം പറഞ്ഞ പൂരങ്ങളിൽ തെക്കിന്റെ സാന്നിധ്യം തെളിയിച്ചു നിന്ന് കുറിച്ചവൻ കുങ്കി എന്ന സിനിമയിലെ പ്രതിനായകനായി ആയിരത്തോളം അന്തർവാടിയിലും കാലമായിട്ട് വിരഞ്ഞോട്ട് കൈക്കൊള്ളുവാൻ ഇനി അവതരിക്കുകയായി ഒരു ഭീമസേനൻ. അതെ, ആരെല്ലാം വന്നാലും ആന കേരളത്തിന്റെ വീരാളിപ്പെട്ട് താൻ തന്നെ ചൂടുമെന്ന് തെളിയിച്ച താരകുല ഭീമൻ, ആന കേരളത്തിന്റെ കലിയുഗ ഭീമൻ, സാക്ഷാൽ ഗജ ഭീമൻ, പുതുപ്പള്ളി കേശവൻ. ഇതാ തൃക്കടങ്ങൂരപ്പന്റെ തിരുമുന്നിലേക്ക് കിടങ്ങൂർ ആനപ്രേമി സംഘത്തിന്റെയും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ആനയൂട്ട് കൂടുവാൻ അവതാരം കൊള്ളുകയാണ് കേശവൻ. ആന കേരളത്തിന്റെ ഇടനാഴികളിൽ ഇടനാട് വഴി നടത്തുന്ന ആവേശത്തിന്റെ പ്രജാപതിയാക്കി തീർക്കുന്ന സാരഥിമാർ കുന്നംതാനം മനോജിന്റെയും കൊടുങ്ങല്ലൂർ അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് കേശവൻ. അന്ന് വടക്കൻ മണ്ണിന്റെ വടിത്തട്ടിൽ നിന്നും ഇങ്ങ് അക്ഷരനഗരിയുടെ താരസൂര്യനാകുവാൻ പാപ്പാലപ്പുറം പച്ചായം കണ്ടെടുത്തു കൊണ്ടുവന്ന മാണിക്യം കാലത്തിന്റെ നിയോഗം കയറി പുതുപ്പള്ളിയുടെ വിരിമാറിൽ കാലടി
ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. ഇതാ മഠത്തിൽ കാവിലമ്മയുടെയും മടിത്തട്ടിൽ നിന്നും തുടങ്ങി മാതംഗ മലയാളത്തിന്റെ ഉയരങ്ങൾ കീഴടക്കി നിന്ന കേശവൻ വരികയായി. ആരാണ് താനെന്ന ചോദ്യത്തിന് ആരവം കൊണ്ട് മറുപടി പറഞ്ഞ ആന കേരളത്തിന്റെ ഭീമൻ വരികയായി. ആനന്ദ നടരാജമൂർത്തിയായ ഏറ്റുമാനൂർ രുദ്രമൂർത്തിയെ കാലങ്ങൾക്ക് ശേഷം മനസ്സിലെത്തി ആവേശം സൃഷ്ടിച്ചവൻ വരികയായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആവേശങ്ങൾക്ക് നായകത്വത്തിന്റെ ശൈലി കൊണ്ട് പെരുമ പകർന്നവൻ വരികയായി. പൂരങ്ങൾ നയിക്കുവാൻ നായകരെ തേടിയ വള്ളുവ നാട്ടിലേക്ക് നെന്മാറ വേലയുടെ നെടുനായകനായി കടന്നു ചെന്നവൻ വരികയായി. മകരച്ചൊവ്വ വിരിയുന്ന ചെമ്പൂത്രയുടെ വിരിമാറിൽ പകരക്കാരനില്ലാത്ത നായകത്തിന്റെ ഭൂമിയിൽ ഒരു കാലവും മറക്കാത്ത ഇതിഹാസ നായകൻ ആനയടി ഗതമേളയുടെ ആവേശനായകൻ താൻ തന്നെ എന്നടിവരിയിട്ട് തെളിയിച്ച ഭീമനായകൻ ചരിത്രമുറങ്ങുന്ന ചെറായുടെ മണ്ണിൽ വിജയത്തിന്റെ തേരോട്ടം പലകുറി ശീലമാക്കിയവൻ. അതെ, വരുന്നത് കേശവനാണ്. വാശിയും ആവേശവും അടിയറ വയ്ക്കാത്ത ചെങ്കൂത്തുവൻ കൊണ്ട് ആന കേരളത്തെ അടക്കി ഭരിക്കുന്ന കേശവൻ. ആരെന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറയുവാനുള്ള ചെങ്കൂറ്റം അക്ഷരനഗരിയിൽ ഊട്ടി ഉറപ്പിച്ച കേശവൻ. അക്ഷരം തെറ്റാത്ത പോരാട്ട വീര്യം കൊണ്ട് ലക്ഷോപലക്ഷം ജനതയ്ക്ക് താരനായകനായ കേശവൻ. നാട്ടാന മലയാളത്തിന്റെ ചരിത്രത്തിൽ നാട്യങ്ങളില്ലാത്ത പോരാളി തന്നെ എന്ന് തെളിയിച്ചു നിന്ന കേശവൻ. പഠിച്ചതെല്ലാം പാഠമാക്കിയും നിലച്ചതെല്ലാം വിജയങ്ങൾ. സന്താപനാശകമൂർത്തിയായ ശക്തിവേൽ ധരിച്ചു വാഴുന്ന തൃക്കടങ്ങൂരപ്പന്റെ തട്ടകത്തിൽ മറ്റൊരാനയൂട്ടന്റെ ആവേശം ഒരുങ്ങുമ്പോൾ ഇനിയിതാ അവതരിക്കുകയായി ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്നൊരു ചെന്താമര. അതെ, ഇവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപ്പാദ പത്നം തൊട്ടുപടങ്ങി ആന കേരളത്തിന്റെ അഭിമാന താരമാകുവാൻ തുണിഞ്ഞിറങ്ങിയ ചെന്താമര, ഗുരുവായൂരപ്പന്റെ ചെന്താമര, നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ചന്ദാമരാക്ഷൻ. ഇതാ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ആനപ്രേമി സംഘവും കൈകോർത്തെടുക്കുന്ന കിടങ്ങൂർ ആനയൂട്ടിലേക്ക് ആവേശത്തിന്റെ ഗതഭേരിയുമായി കടന്നു വരികയാണ് ഗുരുവായൂരപ്പന്റെ ചന്ദ്രാമരാക്ഷൻ. തണിയറിവുകളിൽ പ്രഗത്ഭന്മാർ അണിനിരക്കുന്ന പാറശ്ശേരിയുടെ മണ്ണിലെ എണ്ണം പറഞ്ഞ ചട്ടക്കാരൻ രമേശ് പാറശ്ശേരിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആദ്യമായി തൃക്കടങ്ങൂരപ്പന്റെ ആനയൂട്ട് കൂടുവാൻ കടന്നു വരികയാണവൻ. ഇവൻ കാലം 2004 ജൂലൈ 4 പൊന്നിൻ സുദിനത്തിൽ വ്യവസായ പ്രമുഖൻ PNC മേനോൻ ശ്രീ ഗുരുവായൂരപ്പന് നടയിരുത്തിയ കാണിക്ക നാടെങ്ങും പേരുകേട്ട കൊമ്പനായി തീരുവാൻ മനുശ്ശേരി ഹരിയുടെ കൈകൾ പിടിച്ച് മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ കാലുകുത്തിയ കരിവീരൻ കിരങ്ങാട്ടുമലയിലെ നന്ദി അവതരിക്കുകയാണ് ചന്താമര. 7ാം ഉത്സവത്തിന്റെ സുദിനത്തിൽ ഏറ്റുമാനൂരപ്പനെ എഴുന്നള്ളിച്ച് മധ്യ കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ ചന്താമര 7.5 പൊന്നാനകളുടെ നാട്ടിൽ വന്നെത്തി ആവേശത്തിന്റെ പ്രജാപതിയായി തീർന്ന അഴകിന്റെ ചന്താമര. പൂരങ്ങളുടെ പൂരത്തിന് പലകുറിയും നൽകി പൊന്നത്തൂർ കോട്ടയുടെ അഭിമാനം കാത്ത ആണിരുദ്ധനായ ചന്താമര. കൊമ്പിന്റെ ഭംഗി കൊണ്ടും വമ്പിന്റെ ശൈലി കൊണ്ടും ആരാധകർക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങി അഴകിന്റെ ചന്താമര. പൂരങ്ങളുടെ ഈ ആനയുടെ എല്ലാ ഭംഗിയും ചതുരയും ഈ ആനയുടെ മുഴുവൻ സജ്ജനങ്ങൾ പങ്കെടുക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 1000 സ്നേഹത്തോടുകൂടി
ഭാഗ്യ സാധിക്കുന്നത്. 1000 നന്ദി, 1000 സ്നേഹം. ഇന്നലെ വൈകിട്ട് വിളിച്ചായിരുന്നു ആരും ഉണ്ടോയെന്ന് ചോദിച്ചു. ഇന്നലെ വിടാമെന്ന് ചോദിച്ചു. ഇന്നലെ വീട്ടിൽ നമ്മൾ കണ്ടേരില്ല. കേട്ടോ നടന്ന് ഞാൻ പറഞ്ഞില്ല രാവിലായിരുന്നു വണ്ടിയില്ല നീ പറയണ്ടേ അപ്പൊ ചെറുപ്പഴൊക്കെ ഇനിയിപ്പോ അങ്ങനെ കർമ്മനോട് വണ്ടി എടുപ്പിച്ചു തന്നോ കർമ്മം എടുക്കട്ടെ നീ അറിയാം ജ്യോതിഷോട് വരാം ജ്യോതിഷ് തന്നെ ഉള്ളു
കൊടുക്കട്ടെ കൊടുത്തോട്ടെ ചേട്ടാ കുറേശ്ശെ കൊടുക്കും കേട്ടോ ഒരാൾ കൊടുത്തിട്ട് കൊടുക്കും ഇപ്പോൾ കൂട്ടുകാരെ കിടങ്ങൂർ ആനയൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും തകൃതിയായിട്ട് ആനയൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും